ലൈവില് ജാസ്മിനും ഗബ്രി ഇരുന്ന് സംസാരിക്കുന്ന മറ്റൊന്നുമല്ല, ഇവരെ രണ്ടുപേരെയും തെറ്റിക്കാനായിട്ട് അവിടെ ഒരാൾ വന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജാസ്മിന്റെ അടുത്ത് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ നേരെ തിരിച്ച് ഗബ്രിയുടെ അടുത്ത് വന്നിരുന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. പരസ്പര വിരുദ്ധമായിട്ടാണ് പറയുന്നത്. അവിടെ ജാസ്മിനും ഗബ്രിയെയും പരസ്പരം തെറ്റിക്കാനുള്ള പണിയാണെന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഗബ്രിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. ഗബ്രി അതുപോലെ തന്നെ പറയുന്നു, നിന്നെക്കുറിച്ചും എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ വിട്ടു, ഞാൻ അത് കേട്ട് ട്രിഗർ ആവാൻ നിന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്കതെല്ലാം കേട്ടിട്ട് ഒരുപാട് ഫീൽ ആയി എന്നുള്ള കാര്യം ജാസ്മിൻ പറയുന്നുണ്ട്. അതെന്നെ എഫക്റ്റ് ചെയ്തു എന്ന് ജാസ്മിൻ അവിടെ സമ്മതിക്കുന്നുണ്ട്. ആ സമയത്ത് ഗബ്രിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് എന്തിനാണ് എഫക്റ്റ് ചെയ്യുന്നത്, നമ്മളെ തമ്മിൽ തെറ്റിക്കാനല്ലേ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, എന്താണ് അവൻ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. ഗബ്രിക്ക് അത് പറയാൻ പോലും താല്പര്യമില്ല. അപ്പൊ ജാസ്മിൻ പറയുന്നത്, എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ ഗെയിം നശിപ്പിക്കുന്നത് നീയാണ്, നീ കൂടെ നിന്നിട്ട് എൻ്റെ ഗെയിമിനെ ഇല്ലാതാക്കാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചത് എന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്തായാലും ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സിബിനെ കുറിച്ചാണ്. സിബിൻ ഇവരെ തമ്മിൽ തെറ്റിക്കാനായിട്ടുള്ള അണ്ടർഗ്രൗണ്ട് പണികൾ വ്യക്തമായിട്ട് അവിടെ നടത്തുന്നുണ്ട്. സിബിൻ നല്ലൊരു ഗെയിമറാണ് എന്ന്, അതുകൊണ്ട് തന്നെ സിബിൻ അവിടെ പല റൂട്ടുകളും നോക്കുന്നുണ്ട്. അർജുനെയും ശ്രീധുവിനെയും തെറ്റിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഗബ്രീനെയും ജാസ്മിനെയും തെറ്റിക്കാൻ നോക്കുന്നു. അങ്ങനെ കുറേ പണികൾ കേട്ടെ, കൂടെ പറ്റാവുന്ന പണികൾ മുഴുവൻ അവിടെ സിബിൻ ഒപ്പിക്കുന്നുണ്ട്. ആ ഒരു പണി തന്നെയാണ് അവിടെ നടത്തുന്നത്. ജാസ്മിന്റെ അടുത്ത് ചെന്നിട്ട് ഗബ്രിയിൽ നിന്നുള്ള നെഗറ്റീവ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗബ്രി നിനക്ക് എത്രത്തോളം നെഗറ്റീവ് ആണ് എന്നുള്ള കാര്യങ്ങൾ കുറെ ജാസ്മിന്റെ ഇടയിൽ കുത്തിവെച്ചു. അത് ജാസ്മിനെ ഒരുപാട് ഹേർട്ട് ചെയ്തു എന്ന് ജാസ്മിൻ സമ്മതിക്കുന്നുണ്ട്. ജാസ്മിൻ അത് കുറച്ചെങ്കിലും എഫക്റ്റ് ചെയ്തു എന്നുള്ളത്. പക്ഷെ ഗബ്രിക്ക് ജാസ്മിനെ കുറിച്ച് എന്തു പറഞ്ഞാലും എഫക്റ്റ് ചെയ്യില്ല എന്നാണ് ഗബ്രി പറയുന്നത്. അത് നമ്മളെ തമ്മിൽ തെറ്റിക്കാനാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. നിന്നെ ട്രിഗർ ചെയ്യുക, നിന്നെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഉദ്ദേശം. അതിനു വേണ്ടിയാണ് അവർ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നീ അതിൽ വീണു പോകുന്നു എന്നുള്ളതാണ് എന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രിയും ജാസ്മിൻ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്.